ഉണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ. ഇത് എന്താന്ന് വെച്ചാ അവലോസുണ്ടയല്ല, അരിയുണ്ട. അത് അവലുണ്ടയല്ല, അരി വറുത്ത് പൊടിച്ചുണ്ട്. അതേ പൊടി ബാലൻസ്. അപ്പൊ ഇനി ഞാനിത് അത്ര ഷേപ്പൊന്നും ശരിയായില്ല. ഇനി വൃത്തിയായിട്ട് പൊടി കൂട്ടി ഒന്നോടെ പിടിക്കാം. അപ്പൊ ഞാൻ ചൂടോട് കൂടി ആദ്യം അങ്ങ് ഉരുട്ടി വെച്ചതാ. ചൂടില്ലെങ്കിൽ ഉരുട്ടാൻ പറ്റൂല, തണുത്ത് കഴിഞ്ഞ് ഉരുട്ടാൻ പറ്റൂല. അതുകൊണ്ട് അങ്ങ് ഷേപ്പാക്കി എടുക്കാം. തൽക്കാലം ഏതായാലും മോരനൊന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്നൊന്നും. അമ്മയുടെ അരിയുണ്ടയെ പറ്റി പറയേണ്ട ആവശ്യമില്ല, കേമന. അപ്പം മൂളുന്നുണ്ട്. ഉണമുറിയിൽ അപ്പയുണ്ട്, അതേ പൊടി പിടിച്ചത് തരാം. ഒരെണ്ണൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരെണ്ണം അപ്പയ്ക്ക് കൊണ്ടേ കൊടുത്തരാം. എന്റെ കയ്യിൽ അടിഞ്ഞിരിക്കും. അത് ഇങ്ങനെയൊക്കെ ഇരിക്കണം, ഇതായിരിക്കും. ഇനി അത് പൊടി പിടിച്ച് ഉരുട്ടി കഴിഞ്ഞിട്ട് വേണം കൈ കഴുകാൻ. ചീനച്ചട്ടി ക്ലീനപ്പ് മുഖമല്ല, ഫേസ് അല്ല കേട്ടോ, ചീനച്ചട്ടി. എനിക്ക് ക്ലീനപ്പ് എന്ന് എപ്പോഴും വായിൽ വരും. അത് നിങ്ങൾ ക്ഷമിച്ചേക്കുക. ഇനി ഫൈനൽ ഫോമിൽ കാണിക്കാം, വേറെ ഷേപ്പാക്കി കാണിച്ചു തരാം. ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കണ്ടത് വേണ്ട. ഇത് ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി പോവും, അത്രയും സോഫ്റ്റ് ആണിത്. ഇന്നാളില്ലേ എനിക്ക് ചിരി വന്നു. തമാശിച്ചതായിരിക്കും ആരെങ്കിലും. നമ്മൾ തമാശിക്കും പോലെ നമ്മുടെ ഉണ്ട ഉരുട്ടി ഒരു മുറത്തിലല്ല, ഒരു പ്ലേറ്റിൽ വെച്ച് അങ്ങനെ കണ്ട് ചോദിച്ചു, എറിയാനാണോ? ഇതെറിഞ്ഞ ഉണ്ട ചളുങ്ങി തമാശ ചോദിച്ചാന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ സ്ഥിരം കാണണ ഒരു വ്യൂവറാ, പേരൊന്നും ഞാൻ പറയണില്ല. അപ്പൊ ഞാന് പുള്ളി തമാശായതുകൊണ്ട് പുള്ളിയോട് ഞാൻ പറയുവാണ്, ഒരിക്കലും ഇതെടുക്ക, ഞാൻ തരാം. എന്നറിയാമോ, ഷേപ്പ് എല്ലാത്തിനും ഷേപ്പ് ഒരേ, ശരിക്കും എല്ലാം ഉണ്ട് ഒരേ ഷേപ്പിലിരിക്കണതാണ് എനിക്കിഷ്ടം. പക്ഷെ ഇന്ന് ഇച്ചിരി ഒരു അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വിട്ടിയത് കൊണ്ട് എല്ലാ ഉണ്ടയും ഒരേ വലിപ്പത്തിലല്ല കേട്ടോ. അപ്പൊ ഞാൻ എന്നോട് തമാശ പറഞ്ഞ ആളോട് ഞാനൊരു തമാശ പറയുവാണ്, ഈ ഉണ്ട കൊണ്ട് ഒരിക്കലും ആരെ എറിഞ്ഞു വീഴ്ത്താൻ പറ്റൂല കേട്ടോ. ഈ ഉണ്ട കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മനസ്സിൽ ആർക്കെങ്കിലും ഒന്ന് എറിഞ്ഞു വീഴാൻ തോന്നും. ഞാനൊരു നേരമ്പോക്ക് പറഞ്ഞ കേട്ടോ, അവര് നേരമ്പോക്ക് പറഞ്ഞാൽ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് അതിന്റെ സോഫ്റ്റ്നെസ് ഒന്ന് കാണിച്ചു തരാം. ഞാനിത് കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, പരിപാടി കഴിഞ്ഞില്ലേ? ആ കിടലെന്നാന്ന് എനിക്കറിയാം. ഇനി ഈ പൊടിയില്ലേ, ഈ പൊടി നമ്മള് ഉണ്ട ഉരുട്ടാനായിട്ട് എടുക്കരുത്. ബാലൻസ് ഇങ്ങനെ പൊടി വരുമ്പോ എന്നാ ഉണ്ടെന്ന് വെച്ചാൽ വേറൊരു കുഞ്ഞു ഡബ്ബയിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഒരു 2-3 ദിവസത്തിനകം ഉണ്ട ഉരുട്ടണില്ലെങ്കിൽ അത് അവലോസോടി തിന്നുന്നത് പോലെ പഴവും ശർക്കരയൊക്കെ ചീമ്പിയിട്ട് അങ്ങനെ എടുത്താൽ മതി. കാരണം ഇത് കാറിപ്പോവും. പിന്നെ ഉണ്ട പിടിച്ചതല്ലേ, ഉണ്ട പിടിക്കാത്തതേ പൊടി ഇനി ഇത്രേ ഉള്ളൂ. ഇനി കുറച്ച് അരി വറുത്ത് പൊടിക്കണം. ഞാൻ നാളെ ഇടങ്ങഴി അരി വറുത്ത് പൊടിച്ചതാ. അത് പല പ്രാവശ്യമായിട്ട് ഇപ്പൊ ഉണ്ടാക്കി, ഓരോരോ സാഹചര്യത്തിൽ ഉണ്ടാക്കിയത്. ഓരോരുത്തർ വരുമെന്നൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഐറ്റല്ലേ ചെയ്തതാ. ഓക്കെ, കാണുമ്പോ തന്നെ എന്തൊരു ശേല. അതിന്റെ ഇങ്ങനെ കാണിക്കണം, എന്തേ തുറന്ന് കാണിക്കാം. കൈ കൊക്കില്ലേ കണ്ടോ, എറിഞ്ഞു വീഴുവോ? ഇതെങ്ങനെ എറിഞ്ഞു വീഴാനാ? തമാശ അല്ലേ അതൊക്കെ. നമ്മൾ തമാശയായിട്ട് എടുക്കണത്, തമാശയായിട്ടാ പറഞ്ഞേക്കണത് എന്ന് ഞാൻ കരുതണം കേട്ടോ. എനിക്ക് അതില് ഇതൊന്നുമില്ല, ഞാൻ പറഞ്ഞതാ. ഓരോ നേരം പോക്കുകൾ പറയണ്ടേ നമ്മള്. അമ്മയുടെ അരിയുണ്ട ആസ് യൂഷ്വൽ കേമന കേട്ടോ. ഇന്ന് സ്പീഡപ്പിലായി പോയിട്ട് അത്യാവശ്യമുള്ളൂ. എന്ത് സോഫ്റ്റ് ആന്ന് നോക്കിയേ. അരിയുണ്ട സോഫ്റ്റ് ആയിരിക്കും എപ്പോഴും. അരിയുണ്ട ഉണ്ടാക്കുമ്പോ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റ നൂൽപ്പരുവ് ആവരുത് പാനി. അവലോസുണ്ടൊക്കെ ആണെങ്കിൽ നൂൽപ്പരുവം മഞ്ഞ. ഇത് പതുക്കെ നൂല് ഒട്ടി തുടങ്ങണ പാകത്തിന് ഉണ്ട ഉരുട്ടണം. അപ്പൊ കറക്റ്റ് ആയിട്ടിരിക്കും. ഇതിപ്പോ ഇന്ന് തീരൂട്ടോ. ഇത് ഉണ്ടാക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തേങ്ങയൊക്കെ ചേർത്ത് നമ്മൾ ചെയ്യണോണ്ട് 2 ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും ഇത് ഇരുത്താൻ പാടില്ല, കാറിപ്പോകും. തേങ്ങ എത്ര ചൂടാക്കി എടുത്താലും കാറും. പിന്നെ ചില സ്ഥലങ്ങളില് ഞാനിങ്ങനെ പലരും പറയണ കേട്ടതും പലതിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, ഈ ശർക്കര പൊടിച്ചേച്ച് അരി വറുത്ത് പൊടിച്ച് ഉണ്ടാക്കൂന്ന് പറയും. പക്ഷെ നമ്മുടെ നാട്ടില് ശർക്കര പാനിയായിട്ട് തന്നെ ഉണ്ടാക്കിയേച്ചാണ് ചെയ്യണത്. അപ്പൊ അതിന് ഓരോ സ്ഥലത്ത് ഓരോ രീതിയല്ലേ ഓരോ ഐറ്റം ഉണ്ടാക്കണം. അപ്പൊ അവരുടെ രീതിയായിരിക്കും അത്. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ഇങ്ങനെ ശർക്കരപ്പാനി തന്നെ ഉണ്ടാക്കിയേച്ച അരി വറുത്ത് പൊടിച്ചത്
തേങ്ങയും അതിലേക്ക് ഇട്ട ഇച്ചിരി ഏലക്കായും കാഷ്യൂ ഒക്കെ പൊടിച്ച് ചേർത്താണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. കാഷ്യൂ ഒന്നും പൊടിച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് ഓൾറെഡി. ഏലക്ക ചതച്ച കൂടെ ഒരു സ്വല്പം കാഷ്യൂ കൂടെ ചേർത്തിട്ടുണ്ട്. കാഷ്യൂ ചേർക്കണ ട്രിക്ക് പറഞ്ഞു തന്നത് ഇവിടുത്തെ തറവാട്ടിലെ ബേബി ചാച്ചനാട്ടോ. എനിക്ക് നല്ല ടേസ്റ്റാണ്. അത് വളരെ കറക്റ്റാണ്, നല്ല ടേസ്റ്റാ കാഷ്യൂ ചേർത്ത് കഴിഞ്ഞാൽ. ഇതിലതെല്ലാം ചേർത്തിട്ടുണ്ട് ഓൾറെഡി. സ്പീഡപ്പിൽ ഉരുട്ടുക.